വന്നപ്പോൾ നമുക്ക് ആർക്കും അതിനകത്ത് യാതൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. ടോവിനോ ഇവിടെ സെയിം. ഒരു പ്രൊഡ്യൂസർ എന്ന നില ചോദിക്കുകയാണ്. അപ്പം ഒരു പ്രൊഡ്യൂസർ ആകുമ്പോൾ ഒരു സിനിമയിലെ എല്ലാ ഭാഗങ്ങളും നോക്കണമല്ലോ. ഇപ്പോൾ എവിടെ നിന്നൊക്കെ കാരണം നേട്ടങ്ങളെക്കാളും എവിടെ നിന്നൊക്കെ അടി വരുന്നതെന്നായിരിക്കും ആദ്യം ചിന്തിക്കുന്നത്. അപ്പം ഇതിനകത്ത് നാഗസൈനേന്ദ്രയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞിടെ തന്നെ ഒപ്പം സിനിമയിൽ നടന്നൊരു ഇഷ്യൂസ് അറിയാലോ. അപ്പം അതിനെ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നോ? പെർമിഷൻ എടുക്കാതെ എങ്ങനെയാണ് അവരുടെ ശബ്ദം ഈ സിനിമയിൽ വരുന്നത്? അത് അവര് തന്നെ നമുക്ക് സിജു ചെന്ന് കഥ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ അനുവാദത്തോടെ തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ ആ ഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ളതും അതിനകത്തുള്ള ആ ശബ്ദം കേൾക്കുന്നത്. അത് അവര് തന്നെ ഡബ് ചെയ്തിരിക്കുന്നതാണ്. വളരെ അല്ലേ? അല്ല, ചോദിക്കാൻ പറ്റത്തില്ല. ഇതേ ആള് തന്നെ നേരത്തെ ഒരു പടം കണ്ടായിരുന്നോ? സത്യം പറ. ഞാൻ കണ്ടില്ല. ഇന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ട്രെയിലർ മാത്രം കണ്ടിട്ടുള്ളൂ. അല്ല, ചോദിക്കാൻ കാരണം ഇതേ ആള് തന്നെ മറ്റൊരു സിനിമയിലെ ശബ്ദം ഉപയോഗിച്ച് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. നമ്മള് അതൊരു പ്രൊഡ്യൂസറായിട്ട് ചിന്തിക്കുമ്പോൾ എന്നുള്ളത് മാത്രമല്ല, എങ്ങനെ ചിന്തിച്ചാലും ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ശബ്ദമോ രൂപമോ ഉപയോഗിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങനത്തെ പെർമിഷൻസും റൈറ്റ്സും ഒക്കെ അക്വയർ ചെയ്യേണ്ടി വന്നിരുന്നു. അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ചെയ്യുന്നത് ഒരു എത്തിക്കലി റോങ് ആയത് കാരണം കൊണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ സിജു ആദ്യം പറഞ്ഞ സമയത്ത് ഇത് എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ഒരു ആവശ്യമായിട്ട് ചെന്നപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നേരെ പോ, അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. നമുക്ക് അങ്ങനെ എന്താ പറയുക, ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു സൗണ്ട് കൊണ്ട് മാത്രം ആ പ്രസൻസ്, ആ ഫോട്ടോ കാണിക്കുമ്പോൾ മുതൽ പിന്നെ ആ ക്യാരക്ടർ അതിലുണ്ടായിട്ടുള്ള ആ ഹ്യൂമർ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് സിനിമയിലും ഉണ്ട്. അത് നമുക്ക് വേറെ ആരുടെയെങ്കിലും ശബ്ദം വെച്ച് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് തന്നെയാണ് അതിൻ്റെ റൈറ്റ് പരിപാടി.